ഇത് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മാങ്ങ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് മാങ്ങ പെട്ടെന്ന് പുഴുക്കുത്ത് വരും. ചില മാങ്ങകൾ ഇത് പെട്ടെന്ന് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പഴുത്തും കിട്ടും, പുഴുക്കുത്തും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാങ്ങയൊക്കെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഞാൻ 3 വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചെറുതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയതൊന്നല്ല, മരത്തിലുണ്ടായതല്ല. നമ്മുടെ മരത്തിലല്ല, നമുക്ക് ഒരു കൂട്ടർ തന്നതാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ 3 മാങ്ങ എടുക്കണുള്ളൂ. അത് നന്നായി കഴുകിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് മാങ്ങയൊക്കെ ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് കിട്ടില്ല ടേസ്റ്റാണ്. ഇനി മുറിച്ചെടുത്ത മാങ്ങനെ ഞാൻ മിക്സിൻ്റെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മാങ്ങ മധുരമുള്ള കാരണം കൂടി ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു പാക്കറ്റ് പാലായിട്ടാണ് ചെയ്യണത്. പാൽ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് മാങ്ങ അരച്ചതിന് ശേഷം മാത്രം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 10 രൂപേൻ്റെ പാക്കറ്റ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഏത് പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ പാൽപ്പൊടിയും പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാണ്, ഐസ്ക്രീം മാറി നിൽക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒഴിച്ചിട്ട് ഐസ്ക്രീം ഡപ്പിയിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ഐസ്ക്രീം ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചതോടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കത് മിക്സാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാങ്ങൻ്റെ പൾപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങൻ്റെ പൾപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കരിയരുത് കേട്ടോ, അടി പിടിക്കരുത്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കരിയൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതൊന്ന് ചൂടായി വരും. അരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ പുതിയ കോൺഫ്ലവർ തന്നെ എടുക്കുക, പഴയത് എടുക്കരുത് കേട്ടോ. പിന്നെയും പറയുന്നത് പഴയത് എടുത്ത് പറഞ്ഞാൽ ഒരു ജാതി ചുവ വരുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കോൺഫ്ലവറിൻ്റെ മിക്സ് എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മാവ് അടിയിൽ ഊറിയിട്ടുണ്ടാവും. പാല് മാത്രമായിരിക്കും തെളിഞ്ഞ് വന്നിട്ടുണ്ടാകുക. എന്നിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് കുറുകി വരും. തീയിൻ്റെ ചൂട് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ഇട്ടിട്ട് മാറ്റി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. കോൺഫ്ലവർ നല്ലപോലെ വെന്ത് കിട്ടണം. വെന്തിട്ടില്ലെങ്കിൽ ചുവ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ചളി പിളയാനൊക്കെ തിളച്ച് വരും കേട്ടോ. അതൊക്കെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടുള്ളൂ. നല്ല കളറാണ്. നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ കൂട്ടാം. ഞാനിപ്പോൾ ഇതിൽ ഒരു കളറും കൂട്ടുന്നില്ല, മാങ്ങൻ്റെ കളറ് മാത്രമാണ്. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും പാടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കോൺഫ്ലവറൊക്കെ വെന്ത് കാണുമ്പോൾ തന്നെ അറിയില്ല, ചളി പിളേനെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്നത് ഒരു കേക്കിൻ്റെ ട്രേയിലാണ്. കേക്കിൻ്റെ ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കുക. നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നമ്മൾ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിഡിലും ബിരിയാണീസും ചിക്കനും ബീഫും ഒക്കെ ഉള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്.
കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി. അതുപോലെ പെരുന്നാളായല്ലേ വരുന്നത്. അപ്പോൾ പെരുന്നാൾക്ക് നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് പുഡിങ്ങൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അതുപോലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞ ഐസ്ക്രീമിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര നേരം ഒന്ന് തണുപ്പിച്ചെടുക്കാനുള്ള സമയമല്ല. ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ്. എടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ സെറ്റായിട്ടില്ല കേട്ടോ. നന്നായിട്ട് സെറ്റാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി നേരം സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോണ സമയത്താണ് ഇപ്പോൾ ഇത് വീഡിയോ എടുത്തത്. അത് നന്നായിട്ട് സെറ്റായി കിട്ടിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ മുറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം, കോരിയിട്ട് വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിക്കാനും നന്നായിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബായ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോയത്. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.